ഈ വാതിലൊക്കെ തുറന്നിട്ട് ഞാനിപ്പോൾ എങ്ങോട്ടാ പോണേന്ന് നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഞാനിപ്പോൾ എങ്ങോട്ടാ പോണേന്ന് എനിക്കെന്നെ നിശ്ചയമില്ല. പിന്നെ ഞാൻ എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം? പക്ഷേ എൻ്റെ അമ്മച്ചിൻ്റെ ഫോണിലേക്ക് ആരോട് മിസ് കോൾ വെച്ചിരുന്നു, അത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഈ സമയത്ത് മിസ് കോൾ വെച്ചിരുന്നത് എൻ്റെ ദീദിൻ്റെ ഡ്രൈവറായിരിക്കും. അപ്പോൾ ഇക്കട്ട് തോന്നുന്നത് ചിലപ്പം ദീദിനെ വിളിച്ചാൽ വേണ്ടി പോവായിരിക്കും. എന്തായാലും ഞങ്ങൾ മേലെ നിന്ന് താഴത്തേക്ക് എത്തി. താഴത്തെത്തിയപ്പോൾ പൊത്തുക്ക് നോക്കിയപ്പോൾ ഞാൻ ആകെ പേച്ചു പോയി. എന്താണയ്യോ പച്ചോണേ, എന്തൊരു ചൂടാണേ! ഈ ഖത്തറിൽ ഇത്രയും ചൂടുണ്ട് എന്നൊക്കെ ഇപ്പോഴാണ് മനസ്സിലായത്. മനുഷ്യനൊന്ന് നേരെ നോക്കാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂട്. എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ ചുമ്മിപ്പിച്ച് ഞാനിങ്ങനെ താഴത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ ദീദിൻ്റെ ബസ് വന്നിട്ടുണ്ട്. ദീദി ബസ്സിൽ നിന്ന് എങ്ങനെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്കറിയോ എൻ്റെ ദീദിനെ? ഇതാണ് എൻ്റെ ദീദി. ദീദി ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഇക്കോളോട് ചിച്ചാനുള്ള മൂടൊന്നുമില്ല. കാരണം എന്താ, നല്ല ചൂടല്ലേ, ഈ ചൂടത്ത് ആർക്കെങ്കിലും ചിച്ചാനൊക്കെ തോന്നുമോ? ഓളിനെങ്ങനെ വിച്ചുന്നുണ്ട് ചിച്ചാൻ വേണ്ടിയിട്ട്. ഒന്ന് പൊയ്ക്ക് ദീദി, ഒന്ന് മഷപ്പെടെ ചൂടത്ത് നിന്നിട്ട് അക്കൊന്ന് ഒറ്റക്ക് അങ്ങോട്ട് വന്നൂടെ? ഞങ്ങൾ എന്തിനാ വിച്ചാൻ നിൽക്കുന്നത്? അങ്ങനെ പിന്നെ എന്താ ഉണ്ടായിന്നറിയോ, ഞങ്ങൾ അവിടെ പതുക്കെ നടന്നപ്പോഴത്തേന് ഓടി ഊമിൻ്റെ ഉള്ളിൽ കണ്ട് കയറി. ഓക്ക് നല്ല ഷുഗറല്ലേ, ഓക്കപ്പം ചൂട് തട്ടണ്ടല്ലോ. ഞാനും ഉമ്മച്ചും കൂടി പാവം ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നന്നിങ്ങനെ വന്ന് ഉള്ളിക്ക് എത്തിയപ്പോൾ ആശ്വാസ ചോന്നിന് കൊച്ചു ചൂടിന് കൊവുണ്ട്. അങ്ങനെ പിന്നെ കൊച്ചു കഴിഞ്ഞ് ദീദിൻ്റെ കൂടെ കളിച്ച്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടു ദീദിൻ്റെ കൂടെ കളിച്ചാൽ. നിങ്ങൾക്കുണ്ടോ ഇതുപോലത്തെ ദീദി? ദീദിൻ്റെ കൂടെ കളിച്ചാൽ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഷി യു.